പഞ്ചസാര എടുത്തിട്ടാണ് ഇപ്പം. കുറച്ച് ഉപ്പ്, എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഞാൻ ഒരു മുളക് കൂടെ ഇങ്ങനെ പീസ് പീസാക്കി ഇടുന്നുണ്ട്. പച്ചമുളക് അരിയാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടുന്നത് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടാമേ. എന്നിട്ട് അത് ഇളക്കി കൊടുക്കാം. ഈ സമയത്താണ് കേട്ടോ കോക്കനട്ട് ഇടുന്നത്. ഷ്രെഡഡ് കോക്കനട്ട് ഇവിടെ വേവിക്കാൻ കിട്ടും, അപ്പോൾ അതാണിത്. വീണ്ടും അടച്ചിടുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം. ക്യാരറ്റിന് കുറച്ച് മധുരമുള്ള ഒരു കാറ്റഗറി ഇല്ലേ, അതുകൊണ്ട് ഞാൻ എപ്പോഴും പെപ്പർ ചേർക്കും. എൻ്റെ അമ്മയൊക്കെ അരപ്പ് അരച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങ, ക്യൂമിൻ സീഡ്സ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ വെച്ചിട്ട് മിക്സിയിൽ അരയ്ക്കും. എന്നിട്ടാണ് ഇതിനകത്തോട്ട് ഇടുന്നത്. പക്ഷേ ഇതാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്. മറ്റേതാകുമ്പോൾ മിക്സി എടുക്കണം, അരയ്ക്കണം, അത് കഴുകണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ടേസ്റ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണിതും. ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, തീർന്നു പോയി. ചേട്ടൻ ഇപ്പോഴും കോളിലാണ്. അപ്പം ആ സമയം കൊണ്ട് ഞാൻ ഒരു ക്യുക്ക് സംഭാരം ഉണ്ടാക്കാൻ പോവാണ്. സംഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മുളകും ഉപ്പും മാത്രം ഉള്ള ഒരു സംഭാരം. തൈരും മുളകും ഉപ്പും മാത്രം. അതുണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഗ്രീക്ക് യോഗട്ടാണ് കേട്ടോ എടുക്കുന്നത്. ശരിക്കും പച്ചമുളക് പോലും ഇടാതെ ഉപ്പ് മാത്രം ഇട്ട് കുടിക്കാനും നല്ല ടേസ്റ്റാണേ. കറിവേപ്പില ഇട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബട്ട് കറിവേപ്പില ഇല്ല.